നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രളയം എന്നാണ് കവിതയുടെ പേര്. പ്രളയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുണ്ടായ അതിഭീകരമായ പ്രളയത്തിൽ എത്രയോ മനുഷ്യജന്മങ്ങൾ ഈ മണ്ണിൽ ലയിച്ചു ചേർന്നു. എത്രയോ നാശനഷ്ടങ്ങൾ. ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഒരു വള്ളസദ്യയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയ ഞാൻ ചെങ്ങന്നൂർ എത്തുമ്പോൾ അറിയുന്നു പമ്പയാറൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അപ്പോൾ പോകാൻ കഴിയാതെ തിരിച്ച് വീണ്ടും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വരികയും അവിടുന്ന് വളരെയധികം ദൂരം കറങ്ങിത്തിരിഞ്ഞ് ലാസ്റ്റിൽ അഞ്ചൽ എന്നുള്ള സ്ഥലത്തെത്തുകയും അഞ്ചലിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ആ രാത്രി കഴിഞ്ഞോടി അടുത്ത ദിവസമാണ് ഞാൻ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ആറന്മുളയിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു സുഹൃത്തിൻ്റെ വീട്ടുകാർ പറഞ്ഞു, പമ്പയാറിൽ വെള്ളം മുങ്ങിയാലും ഞങ്ങളുടെ വീട്ടിലെങ്ങും വെള്ളം കയറില്ല, കാരണം അത്ര ഉയരത്തിലാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് വളരെ ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതി, പ്രതികരിക്കാതെ മനസ്സിൽ പറഞ്ഞു, പ്രപഞ്ചം താണ്ഡവമാടിയാൽ ഏത് കുന്നിലും ഏത് കുഴിയിലും ഏത് പാതാളത്തിലും നാശം വിതയ്ക്കാൻ മിനിറ്റുകൾ മാത്രം മതി. മനുഷ്യൻ്റെ ഹുങ്കും മനുഷ്യൻ്റെ അഹന്തയും നാം എല്ലാം നേടി മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല എന്നുള്ള സങ്കുചിത ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന ദശലക്ഷക്കണക്കിന് ആൾക്കാർ, നല്ലവരും മോശപ്പെട്ടവരുമെല്ലാം ഉൾപ്പെട്ടതാണ് ഈ ലോകം. പക്ഷേ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ മറക്കുകയും കടന്നുപോയ വഴികളും പിന്നിട്ട ജീവിതവും എല്ലാം മറന്ന് നാം എന്തൊക്കെയോ ആയിത്തീർന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിൽ ഈ പ്രളയം വരുത്തി തീർത്ത വേദനകൾ ചെറുതൊന്നുമല്ല. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറില്ല എന്ന് പറഞ്ഞ അതേ കുടുംബക്കാർ ഒടുവിൽ ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടുകൂടി അതിൽ കെട്ടിത്തൂങ്ങി കയറിപ്പിടിച്ച് ഒരു ദേവാലയത്തിൽ എത്രയോ ദിവസങ്ങളാണ് അവിടെ കൊടുത്ത കഞ്ഞിയും കപ്പയും കഴിച്ച് അവിടെ കിടന്നത്. അപ്പോൾ ഓരോ സാഹചര്യങ്ങളാണ് ഓരോ മനുഷ്യയും ഓരോ തലത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അന്നത്തെ പ്രളയത്തിൽ എത്ര വീടുകളാണ് നശിച്ചത്, എത്ര ആൾക്കാരാണ് തൊഴിൽരഹിതരായത്, എത്ര ആളുകളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടത്. ഇന്നും എത്രയോ പാവങ്ങളുടെ മനസ്സിൽ അതൊരു തേങ്ങലായി, അതൊരു വിങ്ങലായി അങ്ങനെ കടന്നുകൂടുന്നു. ഞാൻ ജനിച്ച മണ്ണിലും തമ്പാനൂരാണ് ഞാൻ ജനിച്ചതും വളർന്നതുമില്ല. ആകാശത്ത് മഴക്കാർ കണ്ടാൽ അപ്പോൾ പേടിയാണ്, വീട്ടിനുള്ളിൽ വെള്ളം കയറും. പിന്നെ ഒരു കുട്ടിയെ തോർത്ത് കൊടുത്ത് നടപ്പാണ്. എന്നുവെച്ചാൽ കയറിയ വെള്ളം ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ ഒരുപാട് കിടക്കണം. ഇന്നും വർഷങ്ങൾ 10-40 കഴിഞ്ഞിട്ടും ഇന്നും അതിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. എന്നും റോഡുകളും ഓടകളും വെട്ടിപ്പൊളിക്കുന്നു, വീണ്ടും ടാറിടുന്നു, വീണ്ടും വെട്ടിപ്പൊളിക്കുന്നു, വീണ്ടും ടാറിടുന്നു. എന്നും തമ്പാനൂർ, ആകാശത്ത് മഴ കണ്ടാൽ തമ്പാനൂരാണ് ഉടനെ ഓർമ്മ വരിക. ജനിച്ച മണ്ണിനെ കുറ്റം പറയുകയില്ല, അതിൻ്റെ കാൽപ്പനികമായിട്ടുള്ള സ്വഭാവരീതികളും സ്ഥലത്തിൻ്റെ കിടപ്പും ഉയർന്ന തലങ്ങളിൽ നിന്നും ഊറിയെത്തുന്ന വെള്ളവും വെള്ളക്കെട്ടുകളും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കുറേ കാലം പിടിക്കും. മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജനിച്ച മണ്ണിനെയോ ജനിച്ച സ്ഥലത്തെയോ തള്ളിപ്പറയുകയല്ല, അതുപോലെയുള്ള ഒരുപാട്
ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുള്ള ആളാണ് ഞാനും. അപ്പോൾ വീട്ടിനകത്ത് മഴയത്ത് കുട പിടിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞതും എങ്ങനെയെങ്കിലും ഈ മഴയൊന്നും നിൽക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതും 400 മടൽ ഓല കുരുത്ത് കെട്ടിയ വീടിനുള്ളിൽ മഴക്കാലത്ത് എങ്ങനെ കഴിഞ്ഞു എന്ന് ഇന്ന് ആലോചിക്കുമ്പോഴും ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നു. എങ്കിലും ഒരു പ്രളയം നമ്മളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ജീവിതങ്ങൾ എല്ലാം ഭയാനകമാണ്. പ്രകൃതിയുടെ മുന്നിൽ നമ്മളൊന്നും, ഒരു ചരാചരങ്ങളും ഒന്നുമല്ല. പ്രകൃതിയെ നമ്മൾ തൊട്ടു വന്ദിക്കുമ്പോൾ, പ്രകൃതിയോട് സ്നേഹവും കരുണയും കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത നിലനിൽപ്പിനും അത് ഉതകും എന്നതാണ് എൻ്റെ പക്ഷം. അതിലെ ഏതാനും വരികൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പ്രകൃതി പ്രകമ്പനം കൊള്ളുന്നു പലപ്പോഴും, പ്രകൃതി പ്രകമ്പനം കൊള്ളുന്നു പലപ്പോഴും, മനുഷ്യജന്മം സാർത്ഥകമാകാത്ത ലോകം, മനുഷ്യജന്മം സാർത്ഥകമാകാത്ത ലോകം, ദുഷ്ചെയ്തികളും ദുഷ്ചിന്തകളും നിറഞ്ഞു കവിഞ്ഞു, അർപ്പണവും കാരുണ്യവുമില്ലാത്ത ലോകം, നന്മ വെടിഞ്ഞു മാത്രമെന്ന തോന്നൽ, നന്മ വെടിഞ്ഞൊരു ലോകം മാത്രമെന്ന തോന്നൽ, ലോകവും ലോകത്തെ മറന്നുള്ള ജീവിതവും കാണുന്നു പ്രകൃതീശ്വരിയെന്നുമെന്നും, ലോകവും ലോകത്തെ മറന്നുള്ള ജീവിതവും കാണുന്നു പ്രകൃതീശ്വരിയെന്നുമെന്നും, പ്രകൃതി പ്രകമ്പനം കൊള്ളുന്നു പലപ്പോഴും, പ്രകൃതി പ്രകമ്പനം കൊള്ളുന്നു പലപ്പോഴും, മനുഷ്യജന്മം സാർത്ഥകമാകാത്ത ലോകം, മനുഷ്യജന്മം സാർത്ഥകമാകാത്ത ലോകം. തുടർന്നുള്ള വരികളും ദൃശ്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. പ്രകൃതി പ്രകമ്പനം കൊള്ളുന്നു പലപ്പോഴും, പ്രകൃതി പ്രകമ്പനം കൊള്ളുന്നു പലപ്പോഴും, മനുഷ്യജന്മം സാർത്ഥകമാകാത്ത ലോകം, പ്രകൃതി പ്രകമ്പനം കൊള്ളുന്നു പലപ്പോഴും, മനുഷ്യജന്മം സാർത്ഥകമാക്കാത്ത ലോകം, ദുഷ്ചെയ്തികളും ദുഷ്ചിന്തകളും നിറഞ്ഞു കവിഞ്ഞു, ദുഷ്ചെയ്തികളും ദുഷ്ചിന്തകളും നിറഞ്ഞു കവിഞ്ഞു, അർപ്പണവും കാരുണ്യവുമില്ലാത്ത ലോകം, അർപ്പണവും കാരുണ്യവും ഇല്ലാത്ത ലോകം, നന്മ വെടിഞ്ഞൊരു ലോകം മാത്രമെന്ന തോന്നൽ, നന്മ വെടിഞ്ഞൊരു ലോകം മാത്രമെന്ന തോന്നൽ, ലോകവും ലോകത്തെ മറന്നുള്ള ജീവിതവും, ലോകവും ലോകത്തെ മറന്നുള്ള ജീവിതവും കാണുന്നു പ്രകൃതീശ്വരിയെന്നും, ലോകവും ലോകത്തെ മറന്നുള്ള ജീവിതവും കാണുന്നു പ്രകൃതീശ്വരിയെന്നുമെന്നും, സഹിക്കാവതല്ല ഈ പ്രവർത്തികൾ എങ്ങുമെങ്ങും, സഹിക്കാവതല്ല ഈ പ്രവർത്തികൾ എങ്ങുമെങ്ങും, ഒടുവിലായി ഉറഞ്ഞു തുള്ളുന്നു പ്രകൃതീശ്വരി, സഹിക്കാവതല്ല ഈ പ്രവർത്തികൾ എങ്ങുമെങ്ങും, ഒടുവിലായി ഉറഞ്ഞു തുള്ളുന്നു പ്രകൃതീശ്വരി, കരിയായി കാലത്തെ തകർത്തു പെയ്യുന്നു പേമാരി, കരിയായി കാലത്തെ തകർത്തു പെയ്യുന്നു പേമാരി, പ്രളയക്കെടുതിയിൽ ലോകം ചിന്ന ഭിന്നമായി, കലിയായി കാലത്തെ തകർത്തു പെയ്യുന്നു പേമാരി, പ്രളയക്കെടുതിയിൽ ലോകം ചിന്ന ഭിന്നമായി,
ഒഴുകിയൊടുങ്ങുന്നു ആയിരങ്ങൾ ശവങ്ങളാൽ, ഒഴുകിയൊടുങ്ങുന്നു ആയിരങ്ങൾ ശവങ്ങളായി. കണ്ണുനീരിൽ നീരുവന്നു വിറങ്ങലിച്ച ശേഷിക്കുന്ന മനുഷ്യകോലങ്ങൾ, ഒഴുകിയൊടുങ്ങുന്നു ആയിരങ്ങൾ ശവങ്ങളായി. കണ്ണുനീരിൽ നീരുവന്നു വിറങ്ങലിച്ച ശേഷിക്കുന്ന മനുഷ്യക്കോലങ്ങൾ. എവിടെ നിന്ന് തുടങ്ങി അവിടേക്കുള്ള മടക്കയാത്രയുടെ അനുരണനം കേൾക്കുന്നു ഇപ്പോൾ പലവട്ടം. എവിടെ നിന്നു തുടങ്ങി അവിടേക്കുള്ള മടക്കയാത്രയുടെ അനുരണനം കേൾക്കുന്നു ഇപ്പോൾ പലവട്ടം. പ്രകൃതി തൻ മർമ്മരം കേൾക്കുക സ്ഥായിയായിനിയെങ്കിലും, അനുരണനം കേൾക്കുന്നു ഇപ്പോൾ പലവട്ടം. പ്രകൃതി തൻ മർമ്മരം കേൾക്കുക സ്ഥായിയായിനിയെങ്കിലും. പ്രകൃതി പ്രകമ്പനം കൊള്ളുന്നു പലപ്പോഴും മനുഷ്യജന്മം സാർത്ഥകമാക്കാത്ത ലോകം. ദുഷ്ചെയ്തികളും ദുശ്ചിന്തകളും നിറഞ്ഞു കവിഞ്ഞു അർപ്പണവും കാരുണ്യവുമില്ലാത്ത ലോകം. നന്മ വെടിഞ്ഞൊരു ലോകം മാത്രമെന്ന തോന്നൽ, നന്മ വെടിഞ്ഞൊരു ലോകം മാത്രമെന്ന തോന്നൽ. ലോകവും ലോകത്തെ മറന്നുള്ള ജീവിതവും കാണുന്നു പ്രകൃതീശ്വരി എന്നുമെന്നും, കാണുന്നു പ്രകൃതീശ്വരി എന്നുമെന്നും. സഹിക്കാവതല്ല ഈ പ്രവൃത്തികൾ എന്നുമെന്നും. ഒടുവിലായി ഉറഞ്ഞു തുള്ളുന്നു പ്രകൃതീശ്വരി, കലിയായി കാലത്തെ തകർത്തു പെയ്യുന്നു ഭീമാരി. പ്രളയക്കെടുതിയിൽ ലോകം ചിന്ന ഭിന്നമായി, പ്രളയക്കെടുതിയിൽ ലോകം ചിന്ന ഭിന്നമായി. ഒഴുകിയൊടുങ്ങുന്നു ആയിരങ്ങൾ ശവങ്ങളായി. കണ്ണുനീരിൽ നീരുവന്നു വിറങ്ങലിച്ച ശേഷിക്കുന്ന മനുഷ്യക്കോലങ്ങൾ. എവിടെ നിന്നു തുടങ്ങി അവിടേക്കുള്ള മടക്കയാത്രയുടെ അനുരണനം കേൾക്കുന്നു ഇപ്പോൾ പലവട്ടം. എവിടെ നിന്ന് തുടങ്ങി അവിടേക്കുള്ള മടക്കയാത്രയുടെ അനുരണനം കേൾക്കുന്നു ഇപ്പോൾ പലവട്ടം. പ്രകൃതി തൻ മർമ്മരം കേൾക്കുക സ്ഥായിയായിനിയെങ്കിലും, പ്രകൃതി തൻ മർമ്മരം കേൾക്കുക സ്ഥായിയായിനിയെങ്കിലും. പ്രകൃതി തൻ മർമ്മരം കേൾക്കുക സ്ഥായിയായിനിയെങ്കിലും.